ലളിതം ഗണിതം ലളിതമീ ഗണിതം. നമസ്കാരം മിടുക്കികളെ മിടുക്കന്മാരെ, ഹാപ്പി ആയിട്ടിരിക്കില്ല എല്ലാവരും. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും എത്തിയില്ലേ? എന്തു പറ്റി റോബർട്ട്? ഷർട്ടിൻ്റെ ബട്ടൺസ് ഇല്ലാണ്ടിരിക്കണമല്ലോ. എന്തു പറ്റി? അത് ശരി, ബട്ടൺസ് പൊട്ടിപ്പോയി. അമ്മയ്ക്ക് വേറെ ബട്ടൺസ് തുന്നിത്തരാൻ നേരമില്ല. എന്തു ചെയ്യും? വേറെന്താ പോകാൻ വഴി? റുബീന ഷർട്ടില്ലാണ്ട് വരിക, അതൊരു പോകാൻ വഴിയാണ്. ഈ ക്ലാസ്സിലേക്ക് കയറ്റില്ല മാത്രം. ഷർട്ടിൻ്റെ ബട്ടൺസ് തൊട്ട് ഷർട്ടില്ലാണ്ട് വരിക, അതല്ല. വേറെന്താ പോകാൻ വഴി? അരുൺ, എന്താ പോകാൻ വഴി? വേറെ ഷർട്ട് ഇട്ട് വരിക. വേറെ ഷർട്ടില്ലെങ്കിലോ പാകത്തിന് തേച്ച് വെച്ചിട്ടുള്ളത്. ഇനിയൊരു പോകാൻ വഴി കൂടിയുണ്ട്. എന്താണ്? പെട്ടെന്ന് സമയമില്ലാത്തപ്പോൾ ആൺകുട്ടികൾക്കറിയില്ല, പെൺകുട്ടികൾക്കറിയാം. അഞ്ജലി, യെസ്, ഒരു സേഫ്റ്റി പെൻ എടുക്കുക. സേഫ്റ്റി പെൻ എടുത്തിട്ട് ആ ബട്ടൺസിൻ്റെ ആ കീ ഹോളിൻ്റെ അവിടെ ഇങ്ങനെ ആക്കിയിട്ട് അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരും. അത് പണ്ട് കാലത്തൊക്കെ ചെയ്യുന്ന എളുപ്പ വഴി അതാണ്. ഒരു ഷർട്ട് രണ്ട് ഷർട്ടൊക്കെ ഉള്ള കാലത്ത് ഇന്നത്തെ മാതിരി വെറൈറ്റി ഷർട്ടൊന്നും പലർക്കും ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും? ബട്ടൺസ് പൊട്ടിയാൽ പെട്ടെന്ന് ശരിയാക്കണമെങ്കിൽ ഒരു സേഫ്റ്റി പിൻ ഇങ്ങനെ ഇട്ടിട്ട് അടച്ചു വയ്ക്കും. അപ്പോൾ ഇങ്ങനെ യഥാസ്ഥാനത്ത് ഷർട്ട് നിൽക്കും. ഓക്കെ, അങ്ങനെ പല ചെപ്പിടി വിദ്യകളും ഉണ്ട്. പിന്നെ പോട്ടെ അത് പോട്ടെ, നമുക്ക് ക്ലാസ്സിലേക്ക് ചെയ്യാം. ഇന്നിപ്പോൾ എടുക്കാൻ പോകുന്നത് CBSE മാത്സിൻ്റെ ക്ലാസ് 7-ലെ ചാപ്റ്റർ 3 ഡാറ്റ ഹാൻഡ്ലിംഗ് പാർട്ട് 2. പെട്ടെന്ന് പോവാം. അപ്പോൾ ഇന്നലെ നമ്മൾ അരിത്തമെറ്റിക് മീൻ അഥവാ ആവറേജിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? ഇനിയിപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മോഡ് എന്ന് പറയുന്നത് ഇതെല്ലാം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻട്രൽ ടെൻഡൻസീസ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡാറ്റയെ റെപ്രസെൻ്റ് ചെയ്യുക. അതായത് ഒരു 200 ഡാറ്റ ഉണ്ടെന്ന് വിചാരിക്കുക. 200 ഡാറ്റേഴ്സിൽ നമുക്ക് ഏതാണ്ട് ആ ഡാറ്റയുടെ സ്വഭാവം മനസ്സിലാവുന്ന ഒരു നമ്പർ, അതായത് നടുവിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇത്രയും ഡാറ്റയിൽ നിന്നും ചുരുക്കിയ വാക്കുകൾ നമുക്ക് പറയാൻ പറ്റുന്നത്, റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നത് കേട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ ക്ലാസ്സിലെ ആവറേജ് മാർക്ക് 45 ഐഡിയ പിടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ അതിനാണ് സെൻട്രൽ ടെൻഡൻസീസ് എന്ന് പറയും. അപ്പോൾ അതിന് ഒരു മെത്തേഡ് മാത്രം പോരാ. ആ സെൻട്രൽ ടെൻഡൻസീസ് കണ്ടുപിടിക്കാനുള്ള പല മെത്തേഡുകളിൽ ഒന്നാണ് അരിത്തമെറ്റിക് മീൻ. ഇനി അതേമാതിരി അതിന് വേറൊരു മെത്തേഡാണ് സെൻട്രൽ ടെൻഡൻസീസ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ മോഡ് എന്ന് പറയും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. എല്ലാ സന്ദർഭങ്ങളിലും അരിത്തമെറ്റിക് മീൻ ശരിയാവില്ല. അപ്പോൾ നമുക്ക് മോഡ് കണ്ടുപിടിക്കേണ്ടത് അത് ഏതൊക്കെ സന്ദർഭങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ മോഡിനൊരു എക്സാമ്പിളായിട്ട് നമുക്കൊരു ഇതെടുക്കാം. ഇപ്പോൾ ഒരു ഷോപ്പിൽ ഒരു ഷോപ്പ് കീപ്പറുടെ കയ്യിൽ ഡിഫറെൻറ്റ് സൈസസുള്ള 90 സെൻറ്റിമീറ്റർ, 95 സെൻറ്റിമീറ്റർ, 100 സെൻറ്റിമീറ്റർ, 105 സെൻറ്റിമീറ്റർ, 110 സെൻറ്റിമീറ്റർ, ഇങ്ങനെ 5 ഡിഫറെൻറ്റ് സൈസിലുള്ള ഷർട്ട്സ് ഉണ്ട്. അപ്പോൾ ഈ ഷോപ്പ് കീപ്പറുടെ കയ്യിൽ വളരെ കുറച്ച് പൈസയേ ഉള്ളൂ. അപ്പോൾ ഉള്ള പൈസ കൊണ്ട് ഏത് ഷർട്ട് വാങ്ങി ഷോപ്പിൽ വെച്ചാൽ അയാൾക്ക് കൂടുതൽ പൈസ റിട്ടേൺ കിട്ടും എന്ന് അയാൾക്ക് കണ്ടുപിടിക്കണം. അതായത് കണ്ടമാനം പൈസ ഉണ്ടെങ്കിൽ ഈസിയാണ്. 90-യുടെയും 95-ൻ്റെ 100-ൻ്റെ 105-ൻ്റെ ഒക്കെ 1000 ഷർട്ട് വാങ്ങി വയ്ക്കുക. അവിടെ ഇരുന്നോളൂ, എങ്ങനെയാലും വിറ്റ് പോകുള്ളൂ. പ്ലാനിങ്ങിൻ്റെ ആവശ്യമില്ല. ഇയാൾ ലിമിറ്റഡ് പൈസയേ ഉള്ളൂ. അപ്പോൾ ലിമിറ്റഡ് പൈസ കൊണ്ട് ഇത് മുഴുവൻ വാങ്ങിയ നഷ്ടമാണ്. വെച്ചാൽ ഇപ്പോൾ 110 അത് വലിയ സൈസാണ്. അത്ര സൈസ് വളരെ ചുരുക്കിയ ആവശ്യം വരുള്ളൂ അല്ലേ? അപ്പോൾ അയാൾക്കത് വിൽക്കാൻ പൈസ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു, വിറ്റിട്ട് പൈസ തിരിച്ച് കിട്ടുകയും ചെയ്യില്ല അല്ലേ? അപ്പോൾ അത് നഷ്ടമായി തീരും. അതുകൊണ്ടാണ് ഒരു പ്ലാനിങ്ങിൻ്റെ ആവശ്യം. അപ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ അയാൾ കണക്കെടുത്തു, കഴിഞ്ഞ മാസം ഓരോ സൈസിലും എത്ര ഷർട്ട് വീതം വിറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്നൊരു സെൻട്രൽ ടെൻഡൻസി കണ്ടുപിടിക്കാമല്ലോ എന്നുള്ള ഐഡിയ ഇല്ല. അപ്പോൾ ആ സെൻട്രൽ ടെൻഡൻസി ഉള്ള ഫിഗർ വെച്ചിട്ട് നമുക്ക് പൈസ മാക്സിമം അതിലേക്ക് ഇറക്കാം അല്ലേ? അപ്പോൾ എന്താണ്? 90 സൈസിൻ്റെ 8 എണ്ണം പോയി, 95-ൻ്റെ 22, 100-ൻ്റെ 32, 105-ൻ്റെ 37, 110-ൻ്റെ 6, ഇങ്ങനെയാണ് കിട്ടിയത്.
ഇങ്ങനെ ഇതിലൊരു തീരുമാനം ഷോപ്പ് കീപ്പർക്ക് എടുക്കാൻ നമുക്ക് സെൻട്രൽ ടെൻഡൻസീസ് അളക്കാൻ എന്ത് മെത്തേഡ് ഉപയോഗിക്കാം? നമ്മൾ പഠിച്ച അരിത്തമെറ്റിക് മീൻ. അരിത്തമെറ്റിക് മീൻ ഇപ്പോൾ ഇതിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അരിത്തമെറ്റിക് മീൻ എന്ന് പറയുമ്പോൾ ഈ നമ്പർ ഇതാണ് ഒബ്സർവേഷൻസ്. ഈ ഒബ്സർവേഷൻസ് എല്ലാം കൂടി ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് എത്ര ഒബ്സർവേഷൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെ? നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കേസസ്, അല്ലെ? എത്ര കേസിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 5 നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് 5 ഫിഗർ. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 32, 69, 105, അല്ലേ? ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 105 വരും. അപ്പോൾ 105നെ നമ്മൾ അരിത്തമെറ്റിക് മീൻ കണക്കാക്കുകയാണെങ്കിൽ എന്താ വരിക? 105നെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും? എത്ര 1, 2, 3, 4, 5 കേസിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അരിത്തമെറ്റിക് മീൻ ഈ ഇതിൻ്റെ എന്തായിരിക്കും? 21. അരിത്തമെറ്റിക് മീൻ നമുക്ക് കിട്ടുക 21 ആണ്. പക്ഷേ ഇതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? 21 സൈസിൻ്റെ ഷർട്ട് വെച്ചാൽ മതി എന്നല്ല ഇതിൽ പറയുന്നത്. 21 സൈസിൻ്റെ ഷർട്ടേ ഇല്ല അതിൽ. അല്ലെങ്കിൽ 21 വിറ്റ് പോയത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ദാറ്റ് ഇസ് മീനിങ്ലെസ്, അല്ലേ? ഇതിന് യാതൊരു മീനിങ്ങും ഇല്ല. അപ്പം ഇങ്ങനത്തെ സന്ദർഭത്തിലാണ് നമ്മൾ എന്തുപയോഗിക്കുക? മോഡ്. അരിത്തമെറ്റിക് മീനിന് പകരം മോഡിൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിതിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ട് ഈ ഡാറ്റയൊക്കെ ഓർഗനൈസ് ചെയ്തിട്ട് ഏതാണോ കൂടുതൽ നമ്പർ ടൈംസിൽ വന്നത് അതാണ് മോഡ്. ഇവിടെ നോക്കി നോക്കൂ. 90യുടെ 8 ടൈംസ്, 95ൽ 22, 100ൻ്റെ 32, 105ൻ്റെ 37, 110ൽ 6. ഇതിലേതാണ് കൂടുതൽ പ്രാവശ്യം വന്നിരിക്കുന്നത്? 37. അപ്പോൾ ഇതിൻ്റെ മോഡ്, ഈ ഡാറ്റയുടെ മോഡ് എന്ന് പറയുന്നത് 37 ആണ്. അപ്പം ആ മോഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ മോഡിനനുസൃതമായിട്ടുള്ള സൈസ്. അപ്പോൾ ഷോപ്പ് കീപ്പർക്ക് മനസ്സിലായി എന്താണ് 105 സൈസിലുള്ള ഷർട്ടാണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? കയ്യിലുള്ള കാശ് വെച്ച് മാക്സിമം നമ്പർ 105 സൈസിലുള്ള ഷർട്ട് വാങ്ങി വയ്ക്കും. പിന്നെ 100ൻ്റെ പിന്നെ വാങ്ങി വയ്ക്കും. ഉണ്ടോ? ഇതിൻ്റെ ഒന്നും വാങ്ങി വയ്ക്കുകയും ചെയ്യില്ല. അപ്പോൾ ഉള്ള പൈസ, അപ്പോൾ ഇതിങ്ങനെ ചിലവായിക്കൊണ്ടിരിക്കും. ഇതിനല്ലേ കൂടുതൽ ഡിമാൻഡ്. അപ്പോൾ ഇങ്ങനെ ചിലവായിക്കൊണ്ടിരിക്കും. അപ്പോൾ അയാൾക്ക് ഉള്ള പൈസ വെച്ച് കൂടുതൽ ലാഭം, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഒരു ഷോപ്പ് ഓണർ, മുതലാളി എന്ന് വെച്ചാൽ അത്ര വലിയ മുതലാളികൾ, കയ്യിൽ പൈസ കുറവുള്ള മുതലാളി. അപ്പോൾ അയാളുടെ കയ്യിൽ ലിമിറ്റഡ് പൈസയുണ്ട്. അത് വെച്ചിട്ട് അയാൾക്ക് ഷർട്ട്, ട്രൗസർ, പാൻറ്റ്, ഇതിൽ ഒരു സ്ഥലത്തേക്ക് പോയാൽ ഷർട്ട് വാങ്ങിയിട്ട് വരാം, വേറെ സ്ഥലത്തേക്ക് പോയാൽ പാൻറ്റ്സ് വാങ്ങിയിട്ട് വരാം, വേറെ സ്ഥലത്തേക്ക് പോയാൽ ട്രൗസർ വാങ്ങിയിട്ട് വരാം. അപ്പോൾ അയാൾക്ക് തൽക്കാലം പർച്ചേസ് ചെയ്യാൻ ഒരു സ്ഥലത്തേക്ക് പോകാൻ പ്ലാനുള്ളൂ. അപ്പോൾ എവിടേക്ക് പോകണം എന്ന് തീരുമാനിക്കാൻ അപ്പോൾ അയാൾ ആ ഒരു ലോക്കലായിട്ടൊരു ഇതെടുത്തു. ആർക്കൊക്കെ എന്തൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് നമ്മൾ മോഡ് ഉപയോഗിക്കുക. അതായത് ഏറ്റവും കൂടുതൽ നമ്പർ പറഞ്ഞ ഇതാണ് മോഡ്, അല്ലേ? അപ്പോൾ മോഡ് നിർണ്ണയിക്കാൻ വേണ്ടി ഇങ്ങനെ അവിടെ ചുറ്റും കൂടിയ ഓരോരുത്തരോട് ഇങ്ങനെ ഓരോരുത്തർക്ക് എന്താ വേണ്ടതെന്ന് അയാൾ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഒരാൾ ഷർട്ട് മതി എന്ന് പറഞ്ഞു. ശരി, അപ്പോൾ എസ് എന്ന് ഇട്ടു. ഷർട്ട് മതിയാ? ഷർട്ട്. ഇയാൾക്ക് ട്രൗസറെ വേണ്ടേ? ശരി, അപ്പോൾ ട്രൗസർ. അപ്പോൾ ടീ നിട്ടു. ഇവിടെ പാൻറ്റ്, അപ്പോൾ പി നിട്ടു. ഇവിടെ ഷർട്ട്, ഇവിടെ ഷർട്ട്, ഇവിടെ ട്രൗസർ. ഇവിടെ ആർക്കെന്താ വേണ്ടേ? ഷർട്ട്. ഇനി ആർക്കെന്താ വേണ്ടേ? ഷർട്ട് തന്നെ, ഷർട്ട്. ഉണ്ടോ? ഇപ്പോൾ അതിങ്ങനെ ആളുകളുടെ ഡിമാൻഡൊക്കെ അങ്ങനെ എഴുതിയിട്ടു. ഇനി എന്താ വേണ്ടത്? നമ്മൾ എണ്ണി നോക്കണം, അല്ലേ? മോഡ് കണ്ടുപിടിക്കാൻ. ഇങ്ങനെ ഇട്ടു. ഷർട്ട് എത്ര, ട്രൗസർ എത്ര, പാൻറ്റ് എത്ര. ആദ്യം ഷർട്ടിൻ്റെ നോക്കാം, അല്ലേ? 1, 2, 3, 4, 5, 6 ആളുകൾ
ഷർട്ട് മതി എന്ന് പറഞ്ഞു. ഇനി ട്രൗസർ നോക്കുക. 1 2 2 പേര് ട്രൗസർ മതി എന്ന് പറഞ്ഞു. ഇനി പാൻറ് മതി പറഞ്ഞതോ പി, ആകെ ഒരാളെ പറയുള്ളൂ. ഒരാൾ പാൻറ്. അപ്പോൾ ക്ലിയർ ആയില്ലേ? ഇതിലിപ്പോൾ ഏതാ മോഡ്? ആൽബർട്ട് ഷർട്ട് അല്ലേ? ഏറ്റവും കൂടുതൽ നമ്പർ പറഞ്ഞത് അതാണ് മോഡ്. 6 ആളുകൾ ഷർട്ടാണ് ഇതാക്കിയത്. അപ്പോൾ ഇത് ഈ എക്സാമ്പിളിൽ മോഡ് വരുന്നത് 6-ന് അഗേൻസ്റ്റുള്ള ഷർട്ടിൻ്റെയാണ് അല്ലേ? അപ്പോൾ ഷോപ്പ് കീപ്പർ പോയിട്ട് ഷർട്ട് വാങ്ങി പൈസ പ്രോഫിറ്റ് അയാൾ അനുഭവിച്ചു. ഇതിപ്പോൾ ഇത്രയും കുറച്ച് നമ്പർ ആയതുകൊണ്ടാണ്. ഇതിപ്പോൾ ഒരു 250 പേര് അവിടെ കൂടിയൊക്കെയുണ്ട്. അവരുടെയൊക്കെ എഴുതിയെടുക്കുക നമ്മളിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? അവിടുന്ന് ഇവിടുന്ന് പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? അത് നോക്കാം. കുറച്ചും കൂടി കൂടുതലെടുത്തു. ഷർട്ട്, ടീ, പാൻസ്, ഷർട്ട്, ട്രൗസർ, ഷർട്ട്, പാൻസ്, ട്രൗസർ. ഇപ്പം ഇത് കണ്ടമാനാകുമ്പോഴുള്ള മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അത് ടാലി മാർക്സ് അല്ലേ? അതെങ്ങനെയെന്നൊന്ന് ഓർമ്മ പുതുക്കാം. ടാലി മാർക്സ്, അപ്പോൾ കണ്ടമാൻ നമ്പർ ഉണ്ടെങ്കിൽ ടാലി മാർക്സ് വെച്ചിട്ടാണ് ചെയ്യുക. അതിന് നമ്മൾ ഇങ്ങനെ നേരിട്ട് എഴുതുന്നതിന് പകരം ഷർട്ട്, ട്രൗസർ, പാൻ്റ് എന്ന് എഴുതിയിട്ട് ഓരോന്ന് കഴിയുമ്പോൾ ഒരു ടാലി മാർക്ക് കാണിച്ചു തരാം. ഷർട്ട് നമ്മൾ 1 മാർക്ക് ഇട്ടു. പിന്നെ ഒരു ഷർട്ട് വന്നു, 2ാമത്തെ മാർക്ക് ഇട്ടു. പിന്നെ ഒരു ട്രൗസർ വന്നു, അപ്പോൾ ട്രൗസറിന് അഗൻസ്റ്റ് 1 വന്നു. പിന്നെ ഒരു പാൻറ് വന്നു, അപ്പോൾ പാൻസിന് അഗൻസ്റ്റ് 1 ഇട്ടു. ഇത് ഈ പറയുന്ന ഇടുന്നതിനാണ് ടാലി മാർക്സ് എന്ന് പറയുന്നത്. പിന്നെ ഷർട്ട് വന്നു, ഇട്ടു. പിന്നെ ഒരു ഷർട്ട് വന്നു, ഇട്ടു. ഇപ്പോൾ കണ്ടു ഷർട്ടിന് അഗൻസ്റ്റ് 4 എണ്ണമായില്ലേ? 4 എണ്ണമായി കഴിഞ്ഞാൽ പിന്നെ 5ാമത്തെ നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് ഇടേണ്ടത് കേട്ടോ. നോട്ടെ, ട്രൗസർ വന്നു, ട്രൗസറിന് 1 ഇട്ടു. ഷർട്ട് ഇതാ 5ാമത്തെ വന്നു കേട്ടോ. അപ്പോൾ ഈ 5ാമത്തെ എങ്ങനെ എഴുതുന്നത്? ഇങ്ങനെ. ഇതിന് അപ്പോൾ ഇത് ഈ ഒറ്റ ബ്ലോക്ക് കണ്ട 5 എന്ന് മനസ്സിലായി, 5 നമ്പർ മനസ്സിലായി. പിന്നെ ഷർട്ട് വന്നു, എഗെയിൻ അടുത്തെടുത്തു കേട്ടോ. പിന്നെ ഇതാ ട്രൗസർ വന്നു, പിന്നെ ഇതാ ഷർട്ട് വന്നു, അടുത്തത് ട്രൗസർ, അടുത്തത് പാൻസ് കണ്ടോ ഇങ്ങനെ ഇട്ടു. ഷർട്ട് വന്നു, ഷർട്ടിന് ഇത് അവിടെ ഇട്ടു. ട്രൗസർ ഇത് 5ാമത്തെ കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇട്ടു. ട്രൗസർ, പിന്നെ ഒരു ട്രൗസർ കൂടി വന്നു, പിന്നെ ഒരു ഷർട്ട് വന്നു, പിന്നെ പാൻസ് ഒന്ന് വന്നു, പിന്നെ ട്രൗസർ അഗൈൻ വന്നു. കഴിഞ്ഞില്ലേ? അപ്പോൾ ഇതിൽ നോക്കി ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇതിൻ്റെ നമ്പർ പിടിക്കാം. ഇത് ബ്ലോക്ക് 5 ആണ്. 4 കഴിഞ്ഞിട്ട് വന്നു. അപ്പോൾ 5 + 4 9 ഷർട്ട്. ഇത് 5 + 2 7. ഇത് 3. ഇതാണ് ടാലി മാർക്സ് വെച്ചിട്ട് ഇത് നമ്മൾ കണ്ടമൻ നമ്പേഴ്സിന് 500,000 ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും. ഒരാളിങ്ങനെ പറയും ടാലി മാർക്ക് ഇട്ടിട്ട് പോകും. പിടിയിട്ടില്ലേ? അപ്പോൾ നമ്മൾക്ക് 2 സെൻട്രൽ ടെൻഡൻസീസ് റെപ്രസെൻ്റ് ചെയ്യാൻ 2 എണ്ണം, ഒന്ന് അരിത്തമെറ്റിക് മീൻ, ഒന്ന് മോഡ്. ഈ രണ്ടും ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസസിലാണ് ഉപയോഗിക്കുക. ഒരു സർക്കംസ്റ്റാൻസിൽ ഒന്ന് ഉപയോഗിക്കാൻ ശരിയാവും, വേറെ സർക്കംസ്റ്റാൻസിൽ വേറെ ഉപയോഗിക്കണം. ഇപ്പോൾ ഷർട്ടിൻ്റെ സൈസിൻ്റെ നോക്കി അല്ലേ? അപ്പോൾ എന്താണ്? അപ്പോൾ അവിടെ മോഡാണ് അക്സെപ്റ്റബിൾ. അരിത്തമെറ്റിക് മീൻ പറഞ്ഞാൽ ശരിയാവില്ല. ഇനി മോഡും അരിത്തമെറ്റിക് മീനും അക്സെപ്റ്റബിൾ ആവാത്തതുകൊണ്ട് വേറെ സെൻട്രൽ ടെൻഡൻസീസ് ഉണ്ട്. ഞാൻ പറയണത് നമ്മൾ പഠിച്ച രണ്ടും പറ്റാത്ത ഒരു കേസ് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു വീടിനൊരു ഡോറ് എത്ര ഹൈറ്റാണ് നിർണ്ണയിക്കണം, എത്ര ഹൈറ്റിൽ ഒരു ഡോർ ഉണ്ടാക്കണം ആളുകൾക്ക് കുനിയാതെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ ഒരു കുട്ടി അപ്പോൾ ആ വീടിൻ്റെ ഉള്ളിൽ പോകേണ്ട ആൾക്കാരുടെ ഹൈറ്റ് എടുത്തു. 3 ഫീറ്റുള്ള ഒരു കുട്ടി, ഓക്കെ. പിന്നെന്താണ് 3 ഫീറ്റുള്ള വേറൊരു കുട്ടി, പിന്നെ 4 ഫീറ്റുള്ളൊരു ലേഡി, പിന്നെ 5 ഫീറ്റുള്ള വേറൊരു ലേഡി, 7 ഫീറ്റുള്ള ഒരാണ്,
ഇങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഡോർ ഉണ്ടാക്കണമെങ്കിൽ മോഡ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. മോഡ് ഇപ്പോൾ എത്ര ഏറ്റവും കൂടുതൽ നമ്പർ 3 ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ 3 ഫീറ്റിലെ ഒരു വീടിന് ഡോർ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ 7 ഫീറ്റുകാരനും 5 ഫീറ്റുകാരനും 4 ഫീറ്റുകാരനും ഇങ്ങനെ പോകേണ്ടി വരും അല്ലേ. അപ്പോൾ മോഡ് ഈ ഇതിൽ സഹായിക്കില്ല. ഇനിയിപ്പോൾ മീൻ എടുത്ത് നോക്കുക. മീനാണെങ്കിൽ എന്താണ്? ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് 5 ഒബ്സർവേഷൻസ് അല്ലേ ഡിവൈഡ് ചെയ്യേണ്ടി വരും. 3 + 3 6, 6 + 4 10, 10 + 5 15 + 7 22 എല്ലാം കൂടി ആഡ് ചെയ്തു അല്ലേ. അതിന് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡ് ചെയ്യണം. എത്ര? 1 2 3 4 5 ആണ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അപ്പോൾ ഇതിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്താ പറയുക? 22 / 5. 4 5s are 20. ബാക്കി 2 4 2/5 ഫീറ്റ് ആണ് അരിത്തമെറ്റിക് മീൻ കിട്ടുക. അപ്പോൾ 4 2/5 ഫീറ്റുള്ള ഒരു ഡോറ്, അത്ര ഹൈറ്റുള്ളൊരു ഡോറ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് വിചാരിക്കുക. എന്താ സംഭവിക്കുക? 3കാരന് കിടക്കാം, 3കാരന് കിടക്കാം, 4കാരന് കിടക്കാം, 5ഉം 7ഉം കുനിഞ്ഞു പോകേണ്ടി വരും അല്ലേ. അപ്പോൾ ആ സംഭവം നടക്കില്ല. അപ്പോഴോ മോഡാണെങ്കിലോ, മോഡ് ഏറ്റവും കൂടുതൽ നമ്പർ വരുന്നത് 3 ആണ്. അപ്പോൾ 3 ഫീറ്റിനുണ്ടാക്കാൻ പറഞ്ഞാൽ തീരെ നടക്കില്ല. 3കാരന് മാത്രമേ കിടക്കാൻ പറ്റില്ല, 4നും പറ്റില്ല, 5നും പറ്റില്ല, 7നും പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമുക്ക് അരിത്തമെറ്റിക് മീൻ എടുത്താലും ശരിയാവില്ല, മോഡ് എടുത്താലും ശരിയാവില്ല. മനസ്സിലായി? ലളിതം ഗണിതത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കണം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരിക്കൽ സബ്സ്ക്രൈബ് ചെയ്തവർ രണ്ടാമത് സബ്സ്ക്രൈബ് ചെയ്യരുത്. അപ്പോൾ അത് അൺസബ്സ്ക്രൈബായി മാറും. അത് ശ്രദ്ധിക്കണം. പിന്നെ ഇനി ഏതെങ്കിലും കൂട്ടുകാരെ ബാക്കി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കണ്ട് സംസാരിച്ച് അവരെയും കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം. ബൈ.